ഹേ പ്രിയമിത്രമേ, ഒരാളെ ജീവിത വിജയത്തിന് പ്രാപ്തമാക്കുന്നതിനുള്ള സൂത്രവാക്യം കേവലം ബാഹ്യമായ എന്തെങ്കിലും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ഒരാളെ എല്ലാ രീതിയിലും സമർത്ഥനാക്കുന്ന വിശിഷ്ട ഗുണങ്ങളെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. ഹേ പ്രിയമിത്രമേ, അതിപ്രധാനമായ ആ വിശിഷ്ട ഗുണങ്ങളാണ് ഏതൊരു വ്യക്തിയുടെയും ഉയർച്ച താഴ്ചകളെ നിശ്ചയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളുടെ സഫലീകരണത്തിലൂടെ ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ശരിക്കും ഈ വിശിഷ്ട ഗുണങ്ങളാണെന്ന് നീ മനസ്സിലാക്കുക. ഹേ മിത്രമേ, ജീവിതത്തിലെ വിജയമന്ത്രങ്ങൾ തന്നെയായ ആ വിശിഷ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ആർജിച്ചെടുക്കേണ്ടതെന്നും ഞാൻ വിശദമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹേ മിത്രമേ, ജീവിത വിജയത്തിനെ നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ഒരു മഹാസത്യമുണ്ട്. അത് കർമ്മകൗശലമെന്ന വിജയത്തിൻ്റെ താക്കോലാണ്. ശരിക്കും ഒരു കർമ്മം വിജയിക്കുന്നതിനു പിന്നിലെ രഹസ്യം കുടികൊള്ളുന്നത് ഇതിലാണ്. അതായത്, നീ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കർമ്മം ചെയ്യുന്നതിലായിരിക്കണം നിന്റെ പൂർണ്ണ ശ്രദ്ധയും നൽകേണ്ടത്, അല്ലാതെ അതിൻ്റെ ഫലത്തിലല്ല. പഠിക്കുന്നൊരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പഠന പ്രക്രിയയിലാണ്, അല്ലാതെ മാർക്ക് എന്ന ഫലത്തിലല്ല. കാരണം ഫലത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുമ്പോൾ അത് ഭയവും സമ്മർദ്ദവും ഉണ്ടാക്കുകയും അത് കർമ്മത്തിൻ്റെ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശരിയായ പ്രവൃത്തിയിൽ തന്നെ കേന്ദ്രീകരിക്കുക, അല്ലാതെ ഫലത്തിലായിരിക്കരുത്. ഇതാണ് വിജയത്തിൻ്റെ ആദ്യത്തെ താക്കോൽ. ഹേ മിത്രമേ, ഇതോടൊപ്പം വിജയത്തിന് ഒരാളെ പ്രാപ്തമാക്കുന്ന ഒരു അതിവിശിഷ്ട ഗുണമാണ് ജീവിതത്തിലെ ഏത് അവസ്ഥകളിലും സമചിത്തത പാലിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നത്. വിജയിക്കാനുള്ള ശ്രമത്തിനിടയിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. എന്നാൽ ഈ രണ്ട് അവസ്ഥകളിലും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവനെ യഥാർത്ഥ വിജയിയാകാൻ സാധിക്കൂ. ശരിക്കും വിജയത്തെയും പരാജയത്തെയും സമമായി കാണാൻ കഴിയുന്ന ഈ അവസ്ഥയെയാണ് സമചിത്തത എന്ന് പറയുന്നത്. പരാജയപ്പെടുമ്പോൾ തളർന്നു പോകാതിരിക്കാനും വിജയിക്കുമ്പോൾ അമിതമായി അഹങ്കരിക്കാതിരിക്കാനും ഈ തത്വം സഹായിക്കുന്നു. ഒരു പരാജയത്തെ അടുത്ത വിജയത്തിലേക്കുള്ള പാഠമായി കാണാനും ഒരു വിജയത്തെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാനും സമചിത്തത എന്ന വിശിഷ്ട ഗുണം സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥിതപ്രജ്ഞനായിരിക്കുക എന്നതാണ് വിജയത്തിൻ്റെ മാനസികമായ അടിത്തറ. ഹേ പ്രിയപ്പെട്ടവനെ, ഇതോടൊപ്പം നീ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന സത്യമുണ്ട്. എല്ലാ വിജയത്തിനും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു മഹാശക്തിയാണത്. അതാണ് ആത്മവിശ്വാസം. ഒരാൾ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഏറ്റവും വലിയ തടസ്സമായി വരുന്നത് സംശയങ്ങളാണ്. സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള സംശയം, ലക്ഷ്യത്തിലുള്ള സംശയം എന്നിങ്ങനെ. ഹേ പ്രിയമിത്രമേ, ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കൂ. സ്വന്തം കഴിവിനെക്കുറിച്ച് എപ്പോഴും സംശയമുള്ള ഒരാൾ നശിക്കുക തന്നെ ചെയ്യുന്നു. അതിനാൽ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. അനാവശ്യമായ സംശയങ്ങൾ ഒരാളുടെ ഊർജത്തെ ചോർത്തിക്കളയുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഒരാളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. അതിനാൽ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ശക്തിയിലും ലക്ഷ്യത്തിലും വിശ്വാസമുള്ളവന് മാത്രമേ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയൂ. ഹേ പ്രിയമിത്രമേ, ഏതു കാര്യത്തിൽ വിജയിക്കാനും ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. പക്ഷേ അത് നേടണമെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അതുകൊണ്ടാണ് മനോനിയന്ത്രണമെന്ന അതിവിശിഷ്ട ഗുണമുള്ളവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്. അതിനാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ ലൗകിക ആകർഷണങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിയേണ്ടത് അത്യാവശ്യമാണ്. കാമം, ക്രോധം, ദുരാഗ്രഹം തുടങ്ങിയവ ഇന്ദ്രിയങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കുന്നു. അതിനാൽ അതിന്മേൽ നിയന്ത്രണം ശീലിക്കുക. മനസ്സിനെ ലക്ഷ്യത്തിൽ മാത്രം ഏകാഗ്രമാക്കുന്നവന്
മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുഴുവൻ ഊർജവും ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഹേ പ്രിയമിത്രമേ, ഒരു കാര്യം കൂടി നല്ലവണ്ണം ഓർമ്മിച്ചുകൊള്ളൂ. ഏത് വിജയവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അധാർമികമായ മാർഗത്തിലൂടെ നേടുന്ന വിജയം ശാശ്വതമായിരിക്കില്ല. അത് തനിക്കും സമൂഹത്തിനും ആത്യന്തികമായി ദോഷകരമാകും. വിജയത്തിലേക്കുള്ള വഴിയിൽ സത്യസന്ധതയും നീതിബോധവും കൈവിടരുത്. ധാർമ്മികമായ വഴികളിലൂടെ നേടുന്ന വിജയം മാത്രമേ യഥാർത്ഥ സംതൃപ്തി നൽകുകയുള്ളൂ.